ഹലോ എവരി വൺ, പ്രിയമുള്ളവരെ, സ്പോക്കൺ അറബിക്കിൽ കമ്പനിക്ക് എന്താ പറയുക, ഒരു സ്ഥാപനം, കമ്പനി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ശരിക്ക ഒരു ഉദാഹരണം നോക്കിയാൽ ഫി ഫന്നി ജദീദ് ബിശരിക്ക, ഫി ഫന്നി ജദീദ് ബിശരിക്ക, അതായത് ഫി ഫന്നി ഒരു പുതിയ അല്ലേ, ഒരു ടെക്നീഷ്യൻ ഉണ്ട്, ജദീദ് പുതിയത്, ബിൽ ശരിക്ക കമ്പനിയിൽ ഒരു പുതിയ ടെക്നീഷ്യൻ ഉണ്ട് എന്ന് ചുരുക്കം. അതുപോലെ സ്മാർട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉഷാറാണ്. സ്മാർട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അറബിയിൽ എന്താണ് വാക്ക്? ഷാത്തിർ. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇസ്മ രാജേഷ് വശക്കല ഷാത്തിർ. ഇസ്മ രാജേഷ് അല്ലേ. അപ്പോൾ ഇസ്മഹു എന്നാണ്, പക്ഷേ കൊളോക്കിയൽ പറയുമ്പം ഇസ്മ. അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് എന്നാണ്. വശക്കല, അവിടെയും ഒരു ഹാവരാണ്. വശക്കലഹു എന്നുള്ളത് ശക്കല, എന്താണ്? ഷാത്തിർ. അവനെ കാണുമ്പോൾ സ്മാർട്ടാണ്. അതുപോലെ ലീക്ക്, നമ്മളിങ്ങനെ വെള്ളമൊക്കെ ലീക്കാവൂലേ, അതിനെന്താ പറയുക? അതിന് അറബിയിൽ പറയുന്ന വാക്കാണ് തസ്രീബ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ അൽമായി തസ്രീബ് മിൻ മുക്കയ്യഫ് അല്ലേ. അൽമോയ് തസ്രീബ്, ലീക്കാവുന്നുണ്ട്. എവിടുന്ന്? മിൻ മുക്കയ്യഫ്, എ സി നിന്ന് വെള്ളം ലീക്കാവുന്നു ചുരുക്കം. അതുപോലെ സീലിങ്ങിന് എന്താണ് അറബിയിൽ പറയുക? സീലിങ് സഖഫ് അല്ലേ, സഖഫ് എന്നാ പറയാം. ഒരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ കല്ലിം ഫന്നി ബിസറ, വേഗം ടെക്നീഷ്യനെ വിളിക്കുക അല്ലേ. മോയ് വാസുൽ സഖഫ്, മോയ് വാസുൽ സഖഫ്. വസൽ എന്ന് പറഞ്ഞാൽ എത്തുക, വാസൽ എന്ന് പറഞ്ഞാൽ കൊളോക്കിയലിൽ ആ കണ്ടിന്യൂസ് ടെൻസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലേ. അനജായ്, ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി. അതുപോലെ വാസൽ, എത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ അല്ലേ. അൽ മോയ് വാസുൽ സഖഫ്. അതുപോലെ ക്ലീന്, നല്ല വൃത്തി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അറബിയിൽ ഏതാണ് വാക്ക്? അങ്ങനെ ഒരു വാക്കുണ്ട്. അതറിയുന്ന ആളുകൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് വെച്ചുകൊണ്ടൊരു സെൻറ്റൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഫന്നി സവ്വൈത്ത് ഷുഗൽ ഡാഷ്, ഫന്നി സവ്വൈത്ത് ഷുഗൽ അല്ലേ. നമ്മുടെ ടെക്നീഷ്യൻ നന്നായിട്ട് വൃത്തിയായിട്ട് ജോലി ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ആ വൃത്തി എന്നുള്ള വാക്ക് ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് കംപ്ലീറ്റായി. അൽ ഫന്നി സവ്വൈത്ത് ഷുഗൽ ഡാഷ്.